Hello, my dear friends. Welcome to my YouTube channel Prahari Scare. ഹോളി ആയില്ലേ, എല്ലാവർക്കും ഹാപ്പി ഹോളി. ഇന്ന് ഹോളിയാണല്ലോ അല്ലേ. ഹോളി ഫെസ്റ്റിവലിനെ കുറിച്ചായാലോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. നോർത്ത് ഇന്ത്യയിൽ ആണ് ഹോളി മെയിനായിട്ട് ആഘോഷിച്ചു വരുന്നത്. സൗത്ത് ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഹോളി ഇവിടെ അതുപോലെ ഒരു വികാരമല്ല എങ്കിലും പലയിടങ്ങളിലും നോർത്ത് ഇന്ത്യൻ സമൂഹങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിലെല്ലാം ഹോളി ആഘോഷിച്ചു വരുന്നുണ്ട്. ഓക്കെ, ലെറ്റ് us see what is Holi. Holi is a major Indian festival of the Hindus, celebrated as the festival of colors, love and spring. It celebrates the eternal and divine love of the deities Radha and Krishna. Additionally, the day signifies the triumph of good over evil, as it commemorates the victory of Vishnu as Narasimha over ഹിരണ്യകശിപു. ഹിരണ്യകശിപുവിൻ്റെ മുകളിൽ, അതായത് ഇവിൾ, ഒരു ഡെമൺ കിങ്ങായ ഹിരണ്യകശിപുവിനെ വധിച്ചുകൊണ്ട്, നരസിംഹ അവതാരത്തിലൂടെ വധിച്ചുകൊണ്ട്, വിക്ടറി ഓഫ് ഗുഡ് ഓവർ എവിൾ, തിന്മയുടെ മുകളിൽ നന്മയുടെ ഒരു പ്രഹരം, ജയം ആണ് ഇതിൻ്റെ ഒരു നട്ഷൽ പറയുകയാണെങ്കിൽ. ആ ഒരു ബാക്ക്ഡ്രോപ്പ് ഒന്നുകൂടി പറയാം. ഓക്കെ, ദി ലെജൻഡ്, അതിൻ്റെ ആ പൗരാണികമായ കഥ എന്താണെന്ന് നോക്കാം. ദി ഡെമൺ കിങ് ഹിരണ്യകശിപു, എ ഡെമൺ കിങ് ഡിമാൻഡഡ് എവ്രി വൺ വർഷിപ്പ് ഹിം ആസ് ഗോഡ്. ഒരു അസുര രാജാവായിരുന്ന ഹിരണ്യകശിപു എല്ലാവരോടും ആഗ്രഹിച്ചു, എല്ലാവരോടും ഡിമാൻഡ് ചെയ്തു ഹിരണ്യകശിപുവിനെ ഗോഡായിട്ട് കാണാം. ദർ ഈസ് നോ അതർ ഗോഡ്, ഓൺലി മീ, ഞാനാണ്. ഓം ഹിരണ്യകശിപുവായ നമ എന്നൊക്കെ ഉള്ള മന്ത്രം എല്ലാവരും ചൊല്ലണം. അവിടെ മറ്റുള്ള ഒരു ഗോഡിനും സ്ഥാനമില്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം അഥവാ ദുർഭരണം. ദി ഡിവോട്ടഡ് സൺ, ഹിസ് സൺ, അതായത് ഈ അസുര രാജാവ് ഹിരണ്യകശിപുവിൻ്റെ മകൻ പ്രഹ്ലാദ് റെഫ്യൂസ്ഡ്, അവൻ ഡിക്ലൈൻ ചെയ്തു. അവൻ പറഞ്ഞു നോ, റിമൈനിങ് എ സ്റ്റെഡ് ഫാസ്റ്റ് ഡിവോട്ടി ഓഫ് ലോർഡ് വിഷ്ണു. അദ്ദേഹം, അതായത് പ്രഹ്ലാദ് എന്ന മകൻ ലോർഡ് വിഷ്ണുവിൻ്റെ ഒരു എന്താ പറയുന്നത് ഭക്തനായിരുന്നു. ലോർഡ് വിഷ്ണു അല്ലാതെ വേറെ ദൈവങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മോനായിരുന്നു. രാജാവ് ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, മർദ്ദനങ്ങളിലൂടെ ദണ്ഡനങ്ങളിലൂടെയൊക്കെ നോക്കി. പക്ഷേ ആരും പറഞ്ഞില്ലെന്നോ, തൂണിലും തുരുമ്പിലും വിഷ്ണു ഉണ്ട് എന്ന്, ഇതെൻ്റെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? പ്രഹ്ലാദൻ എന്ന രാജകുമാരൻ. ദി ഇവിൾ പ്ലാൻ enraged Hiranyakashipu asked his sister Holika, who had a bone making her immune to fire, to sit in a blazing fire with Prahlad. കോപാകുലനായി രാജാവിന് മനസ്സിലായി എന്ത് പറഞ്ഞാലും ഇവൻ മോൻ, അതായത് ഈ പ്രഹ്ലാദൻ സമ്മതിക്കാൻ പോകുന്നില്ല. സോ ഹി ഡിസൈഡഡ്, ഹി ആസ്ക്ഡ് ഹിസ് സിസ്റ്റർ ഹോളിക. ഹോളിക എന്ന് പറഞ്ഞാൽ ഹിരണ്യകശിപുവിൻ്റെ സിസ്റ്ററാണ്, അതായത് ഇവൻ്റെ വല്യമ്മയായിട്ട് വരും പ്രഹ്ലാദിൻ്റെ. അപ്പോൾ അവരോട് പറഞ്ഞു, അവർക്കൊരു വരദാനമുണ്ട്. ഷി ഹാഡ് എ ബൂൺ, അതായത് എന്തിനെ ചേർത്ത് നിർത്തുന്നോ അത് തീയായിട്ട്, ഇമ്മ്യൂൺ ടു ഫയർ, അഗ്നിയായിട്ട് പടരും. അപ്പോൾ അവർ ആരെങ്കിലും ആശ്ലേഷിക്കുകയാണെങ്കിൽ, പിടിക്കുകയാണെങ്കിൽ അവരെയൊക്കെ ചുട്ട് ചാമ്പലാക്കാൻ കഴിയും. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്തു, ഇവർ പ്ലാൻ ചെയ്തു ഒരു ചിതയുണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് ഹോളിക ഇരിക്കുന്നു, കൂടെ മോനെ ഇരുത്തുന്നു, പ്രഹ്ലാദനെ ഇരുത്തുന്നു. അങ്ങനെ ആ തീ ജനിപ്പിച്ചിട്ട് ആ തീയിൽ ഇവനെ
ചുട്ടുകൊല്ലാനുള്ള പരിപാടിയായിരുന്നു. അപ്പോഴാണ് ദി ഡിവൈൻ ഇൻ്റർവെൻഷൻ. ഹോളികാസ് ബൂൺ ഫെയിൽഡ് ബിക്കോസ് ഷീ ഇൻറ്റൻഡഡ് ടു മിസ്യൂസ് ഇറ്റ് ഫോർ ഈവിൾ. ചീത്ത കാര്യത്തിന് വേണ്ടി ഈ ഒരു വരദാനത്തെ മിസ്യൂസ് ചെയ്തതുകൊണ്ട് അവളുടെ ഹോളികയുടെ പദ്ധതികൾ അവിടെ ഫെയിലായി. ഓക്കെ, ദി ഫയർ കൺസ്യൂംഡ് ഹെയർ. ഈ ഫയറിൽ അവൾ ദഹിച്ചുപോയി. അതിനെയാണ് ഹോളികാ ദഹനം എന്ന് പറയുന്നത്. വൈൽ പ്രഹ്ലാദ് വാസ് പ്രൊട്ടക്റ്റഡ് ബൈ വിഷ്ണുസ് ഗ്രേസ് ആൻഡ് എമർജ് അൺഹാംഡ്. അതേസമയം ലോർഡ് വിഷ്ണുവിൻ്റെ ഒരു ആശീർവാദത്താൽ പ്രഹ്ലാദ് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. പ്രഹ്ലാദിന് ഒന്നും പറ്റിയില്ല. അദ്ദേഹം ആ ചിതയിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ്. ദി സിഗ്നിഫിക്കൻസ്. ദിസ് സ്റ്റോറി കമമറേറ്റഡ് ഡ്യൂറിങ് ഹോളിക ദഹൻ ദി ബോൺഫയർ റൈറ്റ് ബിഫോർ ഹോളി. ഹോളിക്ക് മുമ്പ്, ഇപ്പോൾ ഇന്ന് ഹോളിയാണെങ്കിൽ ഇന്നലെ ആയിരുന്നു ഹോളികാ ദഹനം. ഹോളികാ ദഹനം നമ്മളെല്ലാം ആഘോഷിക്കാറുണ്ട്. അതായത് കുറേ വിറകെല്ലാം കത്തിച്ചിട്ട് ഹോളികയെ ദഹിപ്പിക്കുകയാണെന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ഫയർ signifies that true faith and righteousness overcome ego and evil. അതായത് നമ്മൾ ശരിയായ പാതയിലാണെങ്കിൽ, നമ്മുടെ ശരിയായ വിശ്വാസമാണെങ്കിൽ, നമ്മളെ മനസ്സിൽ വരുന്ന ഏതൊരു ഈഗോയെയും ദുഷ്ടചിന്തകളെയും നമുക്ക് ദഹിപ്പിച്ച് കളയാൻ പറ്റും എന്നതാണ് ഹോളിക ദഹൻ എന്ന പരിപാടിയിലൂടെ നമ്മൾ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇന്നും നോർത്ത് ഇന്ത്യയിലെ മാക്സിമം സ്ഥലങ്ങളിൽ ഹോളികാ ദഹനം നടക്കും. നെക്സ്റ്റ് ഡേ ഹോളി എന്ന് പറഞ്ഞാൽ എ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്. ഇനി നമ്മൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ രീതിയിലാണ് ഹോളി ആഘോഷിക്കുന്നതെന്ന് കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, ഐ റിമൈൻഡ് ഇൻ നോർത്ത് ഇന്ത്യ ഫോർ 42 years since 1980 to 2022. So almost every year I celebrated Holi with my friends and families, So traditional and spiritual Holi, അതെവിടെയാണ് നടക്കുന്നത്? നമ്പർ 1 is മഥുര ആൻഡ് വൃന്ദാവൻ, ഉത്തർപ്രദേശ്. ദി ബർത്ത് പ്ലേസ് ആൻഡ് പ്ലേ ഗ്രൗണ്ട് ഓഫ് കൃഷ്ണ. ലോർഡ് കൃഷ്ണയുടെ ജന്മസ്ഥലവും ജന്മഭൂമിയൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവരും പോയി കാണേണ്ട സ്ഥലമാണ്. പ്ലേ ഗ്രൗണ്ട് ഓഫ് കൃഷ്ണ കളിച്ച് വളർന്ന സ്ഥലങ്ങൾ. ഓഫറിങ് ഇൻറ്റൻസ് മിത്തോളജിക്കൽ സെലിബ്രേഷൻ വിത്ത് ടെമ്പിൾ റിച്വൽസ് ആൻഡ് ഫൂലോം വാലി ഹോളി, ഫ്ലവർ പെറ്റൽസ്. അവിടെയാണ് ഫൂലോം വാലി ഹോളി നടക്കുന്നത്. അതുപോലെ ജന്മസ്ഥലത്ത് വളരെയധികം ഇൻറ്റൻസായിട്ട് ജനങ്ങൾ ആഘോഷിച്ചു വരുന്ന ഒരു ഉത്സവമാണ് ഹോളി. ബർസാണ ആൻഡ് നന്ദ്ഗാവ്, ഉത്തർപ്രദേശ്. ഹോം ടു ദി ഡ്രാമാറ്റിക് ലഠ്മാർ ഹോളി. ഈ ബർസാണ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ എല്ലാമായിരുന്ന രാധയുടെ ജന്മദേശമാണ് ബർസാണ. അതിനടുത്തുള്ള വേറെ സ്ഥലമാണ് നന്ദ്ഗാവ്. നന്ദ്ഗാവ് എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ വളർത്തിയ യശോദയുടെയും നന്ദഗോപരുടെയും ഗ്രാമം. അവിടെ നടക്കുന്ന ഒരു ഹോളി എന്ന് പറഞ്ഞാൽ ലഠ്മാർ ഹോളി. ലഠ് എന്ന് പറഞ്ഞാൽ ലാത്തി ചാർജ് പോലുള്ള, അതായത് പെണ്ണുങ്ങളുടെ കയ്യിലെല്ലാം വടി കാണും. ആ വടി വെച്ചിട്ട് ആണുങ്ങളെ നന്നായിട്ട് പൂശിക്കുന്ന ഒരു പരിപാടിയാണ് ലഠ്മാർ ഹോളി. അതിലെന്ന് പറഞ്ഞാൽ വേർ വിമൻ പ്ലേഫുള്ളി ബീറ്റ് മെൻ വിത്ത് സ്റ്റിക്സ്. അതായത് കളിയായിട്ട് ചെറിയ രീതിയിൽ ഒരു ലാത്തി ചാർജ്, അത്രയേ ഉള്ളൂ. ആ ലാത്തിയടി കിട്ടിയവനെ അത് മനസ്സിലാവുള്ളൂ പ്ലേഫുള്ളി ആണോ കാര്യമായിട്ടാണോ. പല പെണ്ണുങ്ങളും പല ദേഷ്യവും തീർക്കുന്നത് ഈ ഹോളിയിലൂടെയാണെന്നും ഒരു കരക്കമ്പിയുണ്ട്. ഓക്കെ, കുമാവ് റീജിയൻ, ഉത്തരാഖണ്ഡിലെ കുമാവ് റീജിയനിൽ ഈ ഹോളി ഒരു സംഗീത ഉത്സവമായിട്ടാണ് നടത്തുന്നത്. നോൺ ഫോർ മ്യൂസിക്കൽസ്, ലിറിക്കൽസ് ആൻഡ് ഷോ ബാത്കി ആൻഡ് ഖടി ഹോളി ട്രഡീഷൻസ്. അതായത് എല്ലാ ഭവനങ്ങളിലും കളർ ആക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ബട്ട് ഒരു മ്യൂസിക്കൽ ഫെസ്റ്റിവൽ പോലെയാണ് അവർ ആഘോഷിക്കുന്നത്. കൾച്ചറൽ ആൻഡ് റോയൽ ഹോളി. കൾച്ചറൽ ഹോളി എന്ന് പറയുമ്പോൾ ശാന്തി നികേതൻ വെസ്റ്റ് ബംഗാൾ സെലിബ്രേറ്റ്സ് വസന്ത് ഉത്സവ് വിത്ത് പോയറ്റിക് കൾച്ചറൽ പ്രോഗ്രാം ഇൻസ്പയർഡ് ബൈ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ
ഒരു ആസ്ഥാനമാണല്ലോ ശാന്തിനികേതൻ, വെസ്റ്റ് ബംഗാളിലുള്ള. അവർ വസന്തോത്സവത്തിൻ്റെ ഒരു ആഗമനം കൂടി കുറിക്കുന്ന ഒരു രീതിയിലാണ് ഈ ഹോളി ആഘോഷിക്കുന്നത്. ജയ്പൂർ ആൻഡ് ഉദയ്പൂർ, രാജസ്ഥാൻ. ജയ്പൂർ ആൻഡ് ഉദയ്പൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റോയൽ ഫാമിലീസിന് ഓർമ്മ വരും. അവിടെ കോട്ടകളും കോട്ടക്കൊത്തകളും രാജാക്കന്മാരും രജപുത്ര വീരന്മാരും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരും. ജയ്പൂർ ആൻഡ് ഉദയ്പൂർ ഓഫേഴ്സ് റോയൽ ഹോളി വിത്ത് പ്രൊസഷൻ. ഒരുപാട് ആഘോഷങ്ങൾ, രഥയാത്ര പോലെയുള്ള സംഭവങ്ങൾ, ഫോൾക്ക് മ്യൂസിക്, അതായത് നാടൻ കലാരൂപങ്ങൾ, ഹെറിറ്റേജ് സെറ്റിങ്സ്, അങ്ങനെ അവരൊരു വളരെ പരമ്പരാഗതമായ രീതിയിൽ ഹോളി ആഘോഷിക്കുന്നുണ്ട്. മോഡേൺ ആൻഡ് പാർട്ടി ഹോളി ഇന്ന് നടക്കുന്നതാണ്. മോഡേൺ ആൻഡ് പാർട്ടി ഹോളി. പുഷ്കർ, രാജസ്ഥാൻ. എ വൈബ്രൻറ്റ് ബാക്ക് പേപ്പർ ഫ്രണ്ട്ലി സെലിബ്രേഷൻ വിത്ത് ലൗഡ് എനർജിക് സ്ട്രീറ്റ് പാർട്ടീസ്. ഏറ്റവും കൂടുതൽ തെരുവോരങ്ങളിൽ സ്ട്രീറ്റ് പാർട്ടീസ് പോലെ നടത്തുന്ന ഹോളിയാണ് പുഷ്കറിൽ കണ്ടുവരുന്നത്. പുഷ്കർ എന്ന് പറഞ്ഞാൽ അജ്മീരിനടുത്തുള്ള ഒരു സ്ഥലമാണ്. ഏറ്റവും വലിയ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമുള്ള ഒരു സ്ഥലമാണ് പുഷ്കർ. അതിനടുത്ത് ഉള്ള ഒരു സ്ഥലമാണ് അജ്മീർ ഖ്വാജ നസീറുദ്ദീൻ, അങ്ങനെ എന്താണെന്ന് പറയുന്നത്. അവരുടെ ഒരു ഭയങ്കര പള്ളിയൊക്കെ ഉണ്ട്. ജാതി മതഭേദമന്യേ എല്ലാവരും പോകുന്ന സ്ഥലമാണ്. ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട് അജ്മീർ ഖ്വാജയിൽ. മുംബൈ, ഡൽഹി പറഞ്ഞിട്ട് മുംബൈ പോയ പോലെ. ഡൽഹി ഫീച്ചേഴ്സ് ഡൈവേഴ്സ് സെലിബ്രേഷൻസ് ഫ്രം ഹൗസിംഗ് സൊസൈറ്റീസ് ടു കൾച്ചറൽ ഇവൻറ്റ്സ്. അവിടെ ഹൗസിംഗ് സൊസൈറ്റികളിലാണ് എൻ്റെയൊക്കെ കുട്ടികൾ 2 പേരും അവർ ഹോളിയുടെ അന്ന് രാവിലെ ഒരു 8 മണിയാകുമ്പോഴേക്കും റെഡിയായിട്ട് ഏറ്റവും പഴയ വസ്ത്രങ്ങളാണ് അന്നിടുക. പെട്ടിയൊക്കെ പിടിച്ച് പഴയ വസ്ത്രങ്ങൾ, കാരണം കളറായി നശിച്ചാലും പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് അണിയിച്ചുകൊണ്ട് പിച്കാരി എന്ന് പറഞ്ഞ ഒരു വാട്ടർ പമ്പുണ്ട്. അതിനകത്ത് ഇഷ്ടം പോലെ കളർ പോക്കറ്റിൽ നിറച്ചിട്ടാണ് 2 പിള്ളേരും എൻ്റെ പോയിരുന്നത്. അവർ തിരിച്ചു വരുമ്പോൾ നമ്മൾ ടോർച്ച് അടിച്ച് നോക്കണം ഇതാരാണെന്ന്. അതുപോലെ കളർഫുള്ളായിട്ടാണ് അവർ തിരിച്ചു വരുന്നത്, തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ. അങ്ങനത്തെ ഹോളി നടക്കുന്നതാണ് ഡൽഹി മൈ ഫേവറേറ്റ് ഡൽഹി. മുംബൈ, എ കോസ്മോപൊളിറ്റൻ ഹോളി വിത്ത് മ്യൂസിക് ഫെസ്റ്റിവൽസ് ആൻഡ് ഡൈവേഴ്സ് ക്രൗഡ്സ്. ബോംബെയിൽ ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയാണല്ലോ. അവിടെ നല്ല എല്ലാ രാജ്യക്കാരുടെയും അവരുടെ പരമ്പരാഗതമായ രീതിയിൽ മറാഠിയും ഓഫ് കോഴ്സ് ഹോളി കളിക്കും. അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹോളിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് നല്ലൊരു കണ്ടൻറ്റുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. 2 ദിവസം ലീവല്ല, ഒരു ടൂറായിരുന്നു. ടൂർ എന്ന് പറഞ്ഞാൽ ഒരു പിൽഗ്രിമേജ് ആയിരുന്നു. പിൽഗ്രിമേജ് എന്ന് പറഞ്ഞാൽ ഒരു തിരുപ്പതി വരെ ഒന്ന് പോയി വന്നു. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഓൾസോ ഷെയർ ഇഫ് യു ലൈക്ക് ഇറ്റ്. ബൈ ബൈ.